അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ അടുക്കളയിലേക്ക്, നമ്മുടെ ഓരോ നിമിഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നറിയാം, തലേദിവസം കൺവെൻഷന് പോയിട്ട് ആകെ ഞാനൊന്നതേ കറുത്തിട്ടാണെന്നുള്ള ഫീലിങ്സ് വേറെ. അതിൻ്റെ കൂടെ സൂര്യപ്രകാശം കൊണ്ട് മുഖമെല്ലാം ഇങ്ങനെ ഡള്ളായിപ്പോയി. പണ്ടൊന്നും ഇത്രയും കെയർ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഇപ്പോൾ യൂട്യൂബൊക്കെ എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ഓരോന്നും കെയർ ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഇത്രയും കോൺഷ്യസ് ആയത് ഞാൻ. അപ്പോൾ ഇച്ചിരി മഞ്ഞളും തൈരും, മഞ്ഞൾ ഞാൻ നമ്മുടെ പറമ്പിലെ ഉണക്കി പൊടിച്ച് വിറ്റിട്ട് ഇപ്പോൾ വിലയ്ക്ക് വാങ്ങിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത്യാവശ്യത്തിന് നാം വാങ്ങിച്ച പൊടിയെങ്കിൽ വാങ്ങിച്ച പൊടി, അല്ലാതെ അത് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. വീട്ടിൽ നല്ല പൊടി പൊടിച്ചതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇച്ചിരി മഞ്ഞളും തൈരും കൂടി, തൈര് മാത്രം തേച്ചാലും മതി കേട്ടോ. നമ്മുടെ മുഖത്തെ ആ ഒരു ടാനൊക്കെ പോകാൻ വേണ്ടിയിട്ട്, കരുവാളിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ തേച്ച് വെച്ചിട്ട് നമ്മുടെ തലമുടിയിലേക്ക് ഞാൻ ഷോട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ ചെമ്പരത്തി താളി. എനിക്കിപ്പോൾ ഷാമ്പൂ അല്ലെങ്കിൽ കടയിൽ പോയി ഇത് കെയർ ചെയ്യാനോ ഒന്നും ഇപ്പോൾ യാതൊരു സൗകര്യമില്ല. സൗകര്യത്തിൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി ഫേസൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ 300 രൂപ 400 രൂപ വേണമല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ശനിയാഴ്ച മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് സെക്കൻഡ് സാറ്റർഡേ ഓഫ്, സർക്കാർ ജോലിയൊക്കെ ഉള്ളവർക്ക്, അല്ലാത്തവർക്കൊക്കെ ഓഫുള്ള ദിവസം ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നതെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് താളി കുറച്ച് 3-4 പ്രാവശ്യം തേക്കാനുള്ളത് ഞാൻ ചെമ്പരത്തി അരച്ച് വെക്കും കേട്ടോ. ചെമ്പരത്തിയും നമ്മുടെ കറിവേപ്പിലയും ഇത്തിരി സവാള, ഒരു നുള്ളു അരമുറി സവാളയും കൂടിയാണ് തേക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടേ, മുഖം കഴുകിയിട്ട് നല്ല ക്ലിയർ ആയില്ലേ. കറുത്തിട്ടാണെങ്കിൽ പോലും എൻ്റെ മുഖം നല്ല ഭംഗിയായില്ലേ. ഒത്തിരി കുരു പോവുകയും പാടുകൾ പോവുകയൊക്കെ ഒത്തിരി ഫേസ് ക്ലിയർ ആയിട്ടോ ഞാനിങ്ങനെ കെയർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ കെയർ ചെയ്യാതിരുന്നാലൊന്നും, പക്ഷേ ഞാൻ മേക്കപ്പിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കില്ല. അപ്പോഴത്തേക്കിനും അച്ചാച്ചൻ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നിട്ടോ. എൻ്റെ മക്കൾ ശനിയാഴ്ച പറമ്പിൽ കൂടെ അവിടെയും ഇവിടെ ഓടിക്കൂടി ഫോൺ കൊടുക്കാറില്ല. ആകെ എൻ്റെ ഈ ഒരു പൊട്ട ഫോണാണ് എനിക്കുള്ളത്. അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ ഡേറ്റ ഇല്ല, കുറഞ്ഞ് ആകെ നമ്മൾ ഈ 350 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നില്ലേ, അതിനകത്ത് ഈ ഷോട്ടൊക്കെ വീഡിയോ എടുത്ത് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് കഴിഞ്ഞു പോകും മൊത്തം. അപ്പം മക്കൾ അത് അഡ്ജസ്റ്റ് ചെയ്യും, മനസ്സിലാക്കൂട്ടോ. ഞാനിങ്ങനെ പ്ലീസ് എടാ തരത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ സത്യം പറഞ്ഞാൽ ഫോൺ ഉപയോഗിച്ച് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ അത് വാങ്ങിക്കാറില്ല. ഞാൻ പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഫോട്ടോസ് വെറുതെ നിങ്ങളെ കാണിച്ചു തരിക കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഈ വീടും അടുക്കളയും മിറ്റും ഒക്കെ നല്ല പരിചയമായിരിക്കുമല്ലേ. അപ്പോൾ എന്നെ കൂട്ടാക്കിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദി സ്നേഹമുണ്ട്. കാരണം ഒരു എഫേർട്ട്, വലിയ കാര്യങ്ങളുള്ള വീഡിയോ ഒന്നും അല്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ടു സബ് ആണ് ഈ എല്ലാവരും ചെയ്യുന്നതെങ്കിൽ പോലും നമ്മളെ ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ ഓരോരുത്തരും വീഡിയോ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുമല്ലോ പോകുന്നത്. അവൻ പോയി, ചെറിയ ആൾ പോയി കോഴിയോട് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ ഇനി അത് തിരിച്ച് ഞാൻ തരൂ കേട്ടോ, ഉറപ്പായിട്ട്. ഞാൻ ഏതെങ്കിലും ഒന്ന് വിട്ടുപോകുകയെല്ലാം ചെയ്താൽ ക്ഷമിക്കണേ. ഞാൻ തപ്പി പിടിച്ചെടുത്ത് ഞാൻ ചെയ്യൂ കേട്ടോ. ഈ ആദ്യം വരുന്ന നോട്ടിഫിക്കേഷൻ പിന്നെ തപ്പമ്പം കാണത്തില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതെൻ്റെ മാത്രം കുഴപ്പമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ മെസ്സേജ് ചെയ്യണേ ഷോട്ടൊക്കെ കണ്ടിട്ട്. അപ്പം ഞാൻ തിരിച്ച് ചെയ്യാം. 24 hours കഴിഞ്ഞെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യമല്ലെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്. ഈ ചെറിയ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ ഫ്രിഡ്ജ് തുറന്ന് അതിനകത്ത് ഒന്നും ഇല്ലെങ്കിൽ പോലും തുറന്ന് നോക്കിയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു തേങ്ങ പൊതിച്ച് അതിൻ്റെ വെള്ളം മക്കൾക്ക് കൊടുക്കുക. ഇടയ്ക്ക് എൻ്റെ കയ്യും മുറിഞ്ഞു കേട്ടോ. ഞാനും അമ്മയും മാത്രമായിരുന്നുകൊണ്ട് തേങ്ങ പൊതിക്കൽ, വിറക് വെട്ടൽ, വിറക് കൊണ്ടുവരൽ, ഇതൊക്കെ. എനിക്ക് ഗ്യാസ് അടുപ്പ്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്നിട്ടാണ് ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുന്നത്. കോന്നിയമ്മ ഇന്നും ഗ്യാസ് അടുപ്പ് തൊട്ടിട്ടില്ല. അപ്പോൾ ഇത് സാറ്റർഡേ വിശേഷങ്ങൾ കഴിഞ്ഞത് സൺഡേ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ സൺഡേയിൽ ഒരു മീൻകറിയൊക്കെ വെക്കുകയാണ്. മീൻകറിയും മീൻ വറുത്തതും മാത്രമേ ഉള്ളൂ നമുക്ക് കൂട്ടാനും, വേറെ ഒന്നുമില്ല. വലിയ ആൾക്ക് മീനിൻ്റെ ചാറ് മാത്രം മതി. മീൻ വറുത്തത് പാത്രത്തിലാവാൻ പാടില്ല, ചെറിയ പാത്രത്തിൽ മാറ്റി വെച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാണ്. പക്ഷേ എന്തെങ്കിലും ഒരു കറിയും തോരനും ഒക്കെ മതി കേട്ടോ. ഇവിടെ നിർബന്ധങ്ങളൊന്നുമില്ല. കഴിക്കാനൊരു മീൻകറി അല്ലെങ്കിൽ ഒരു മീൻ വറുത്ത ഒരു തോരൻ. പക്ഷേ തോരൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് കോവയ്ക്കൊക്കെ തോരൻ വെച്ചാൽ ഒരുപാട് വെക്കും കേട്ടോ. അപ്പം ഞാനൊരു ഫിലോപ്പി മീനോ അതാണ് എനിക്ക് കിട്ടിയത്, ഞായറാഴ്ച കിട്ടിയത്. അപ്പോൾ അത് പൊളിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊക്കെ, ഒരുപാട് നാളേക്കൊന്നും എനിക്ക് അതിൻ്റെ രുചി മാറില്ലേ, 1-2 ദിവസത്തേക്കിനുള്ള അരച്ചൊക്കെ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. സമയം നമ്മൾ ടിവിയുടെ മുന്നിലോ വല്ല ആയിരിക്കും. ഇപ്പം അതിനൊന്നും സമയം കിട്ടുന്നില്ല. ആകെ യൂട്യൂബ് നോക്കുക. എന്തോ എനിക്കിപ്പോൾ തലയ്ക്ക് എന്തോ ഒരു മന്ദത ബാധിച്ചതുപോലെയുണ്ട് സത്യം പറഞ്ഞാൽ. യൂട്യൂബ് ഇത്രയും ഒരു ഇത് നമുക്ക് നമ്മുടെ മെൻ്റലി ഫിസിക്കലി നമുക്കൊരു ഇത് തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. എത്ര കഷ്ടപ്പെട്ടായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലെ എഫേർട്ട് മനസ്സിലാക്കി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ വേറൊന്നിനും ഇപ്പോൾ സമയം കിട്ടുന്നില്ല കേട്ടോ. ഫോണിൽ ഒരു ന്യൂസ് കാണാനോ
ഒന്നും അച്ചാച്ചൻ വിളിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം മീൻകറി വെച്ച് അവിടെ കിടന്ന് വിളിക്കട്ടെ, ഞാൻ എല്ലാം കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ സാറ്റർഡേയിലത്തെ വിശേഷവും സെൽഫ് കെയറും ഇന്നലത്തെയാണ്, ഇത് സൺഡേയിലത്തെയാണ് കേട്ടോ, സൺഡേയിലത്തെ ആഹാരമാണ്. എന്നിട്ട് എപ്പോഴും അടുക്കള ഞാനിപ്പോൾ, എന്നിട്ട് രാത്രിയായപ്പോൾ കുടുംബശ്രീക്കൊക്കെ പോയിട്ട് വന്ന് രാത്രിയായപ്പോൾ ദോശയായി ചുട്ട കേട്ടോ. ചോറ് തലേദിവസത്തെയാണ് ചൂടാക്കി കഴിച്ചത്, സൺഡേയിൽ ചോറ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദോശ മതിയെന്ന് അച്ചാച്ചൻ പറഞ്ഞുകൊണ്ട്, ആദ്യമൊക്കെ എനിക്ക് ദോശ ഫ്ലോപ്പായി പോകാറുണ്ടല്ലോ, ഞാനുണ്ടാക്കിയ നെയ്യ് വെച്ച് തന്നെയാണ് ദോശ ചുടുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നെയ്യ് വെച്ച് ദോശ ചുടുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് ദോശയെക്കാട്ടിലുമൊക്കെ ചോറ്, തോരൻ, ചമ്മന്തിയൊക്കെ ഇഷ്ടം. എല്ലാ അമ്മമാർക്ക് മിക്കവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുന്നവർക്ക് ആ രുചി ഇല്ലാതെ പറ്റില്ല അല്ലേ, അങ്ങനെയല്ലേ? ഞാനൊക്കെ KFC കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടില്ല. എന്നാൽ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 1-2 കഷ്ണങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ ഞാനും കുഞ്ഞിമയും മലമ്പുഴയിൽ ആകെ ടൗണിൽ വരുന്നത് ഒരു മാസം കൂടുമ്പോഴൊക്കെ. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ 10 വർഷമല്ലേ ആയി വന്നുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങളായി, അവരുടെ കാര്യങ്ങളായി, അവരുടെ ഓരോരോ ആവശ്യങ്ങളായി. പിന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പിന്നെ അതിന് വലിയ ഇമ്പോർട്ടൻ്റ് ആയില്ലല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് മണ്ടയിലത്തെ വിശേഷം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ഈ തേങ്ങ ഇടുന്ന സമയത്ത് തേങ്ങ ആട്ടി അതിൻ്റെ പാലെടുത്ത് എണ്ണ കാച്ചാറുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പനെ മക്കളെ കഴിപ്പിച്ചൊക്കെ വിടുന്നത്.